കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പൂക്കള് മൂത്ത് കായായി മാറുന്നതും കായ പഴുത്ത് ഫലങ്ങളായി കൊഴിഞ്ഞു വീഴുന്നതും പ്രകൃതിയുടെ പരിണാമക്രമമാണ്. ഇത് നോക്കി നിന്ന് ആസ്വദിക്കാൻ മാത്രമേ എന്റെ ഭർത്താവിന് കഴിയൂന്നുള്ളത് എന്നെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള കുതിരയാ നല്ലതെന്ന് കേട്ടിട്ടില്ലേ? ഒന്നിനും കൊള്ളില്ലാത്ത ഭർത്താവിനെ ഭാര്യ ചില കുത്തുവാക്കുകൾ പറഞ്ഞെന്ന് കരുതി കാര്യമാക്കൊന്നും വേണ്ട. നമ്മുടെ അവസ്ഥയും കൂടി നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ. വരുണേ, എന്നെ ഒന്ന് മുറിയിലാക്കി തരോ? നിന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഞാനൊന്ന് തീർത്തു കൊടുക്കട്ടെ ഊർമിള. എന്റെ വരുൺ അങ്ങനെയാ. ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അപ്പൊ തന്നെ നടത്തി കൊടുക്കും. എന്തു ഭംഗിയല്ലേ ഈ വളകള്! രാജാക്കന്മാരുടെ വീട്ടിലെ സ്വർണത്തിന് പ്രത്യേക തിളക്ക. പക്ഷെ നമ്മുടെ മോള് വെറും കാക്കപ്പൊന്നാണമ്മേ. നീ എന്തെന്നാ രാമ ഈ പറയുന്നേ? ശ്രേയെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നുകൂടിയ ബന്ധമല്ലേ? കണ്ട തെരുവ് തണ്ടികളുടെ കൂടെ നാട് നിറങ്ങി നടക്കുകയായിരുന്നു. അതെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം അവസാനിച്ചനെ. പിന്നെ ഒരു ബന്ധവും ഇവൾക്ക് ഉണ്ടായിന്നും വരില്ല. കുടുംബത്തിന്റെ മാനക്കേട് വേറെ. ആരടി അവൻ? പരിചയമുള്ള ആളാമ്മ. ജയൻ എന്ന പേര്. അവനായിരുന്നോ? മോശം വാക്കുകൾ ശീലമില്ലാത്ത വൈദേഹി ഇങ്ങനെ പറയണമെങ്കിൽ ജയൻ ഒട്ടും നല്ലവനല്ല എന്നാണ് അതിനർത്ഥം. സാമ്പ്രാണിത്തിരി വിൽക്കാൻ തെരുവ് തോറും നടക്കുന്ന ഈ അനാഥ പെണ്ണ് ഏതോ ഒരുത്തനെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് കരുതി നീ എന്തിനാണ് ആ ശ്രേയമോടെ നേരെ ചാടുന്നത്? ഇങ്ങനെയുള്ള ചങ്ങാത്തം നിനക്ക് എന്തിനാ? എന്റെ കോളേജിലെ സീനിയർ സ്റ്റുഡന്റാ. ഇപ്പോഴും അവിടെ പഠിക്കുന്നുണ്ടോ? ഫെയിലായി അച്ഛാ. പ്രൈവറ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോവാ. വഴിയിൽ വെച്ച് കണ്ടപ്പോ ഡാൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, നിന്റെ ഗുരുവിനെ ഒന്ന് പരിചയപ്പെടുത്തുവോന്ന് ചോദിച്ചു. അവൻ ആരാ എന്താന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് നടക്കുന്നിടത്ത് കമ്മീഷൻ മേടിച്ചുകൊണ്ട് ക്യാൻറ്റീൻ ഇട്ട് കൊടുക്കുന്ന ഏജന്റ് അവൻ. അങ്ങനെയുള്ള ഒരുത്തന്റെ ഉള്ളിൽ ഡാൻസിന് പകരം മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. നീ അതിലൊന്നും വീഴണ്ട. കാശിനു വേണ്ടി എന്തും ചെയ്യുന്നവര് പെൺകുട്ടികളെ വഴിതെറ്റിക്കാനേ നോക്കുള്ളൂ. നീ ആ ഭാഗത്തേക്ക് നോക്കരുത്. നീ ഒന്ന് വായടക്കടി. കിട്ടിയ സമയത്ത് അവൾ എരിവ് കയറ്റുന്നു. നിനക്ക് അവളോട് അസൂയാണെന്ന് എനിക്ക് അറിയാം. എന്തിനാമേ വൈദേഹി പറയുന്നേ? നീ മോശക്കാരിയൊന്നുമല്ല. മോളോടുള്ള ദേഷ്യത്തിന് അവനെന്തോ പറഞ്ഞെന്ന് കരുതി നീയും കൂടെ കൂടുക. പ്രശ്നം വഷളാക്കാൻ നീ മിടുക്കിയാണല്ലോ. തെറ്റ് ചെയ്തത് ശ്രേയയാണമ്മേ. അതിനവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ കൊട്ടാരം വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ഇതൊക്കെ ആവർത്തിക്കില്ലെന്ന് ആരറിഞ്ഞു? അപ്പൊ അവിടെ ചെന്നിട്ട് അമ്മ ഇവളുടെ പക്ഷം നിൽക്കുവോ? വളർത്തുദോഷത്തിന്റെ പേരിൽ കൊട്ടാരം വീട്ടുകാരുടെ പഴി ഞാൻ ഇനി കേൾക്കണോമേ? അത് വേണ്ടെങ്കിൽ ഇനി അവൾക്ക് വേണ്ടി നിൽക്കരുത്. എന്ത് ചെയ്യാനാടാ? പണ്ടത്തെ കാലമാണോ ഇന്ന്? പണ്ട് പെൺകുട്ടികളെ പുറത്തോട്ട് പോലും വിടില്ലായിരുന്നു. ഓർക്കുന്നുണ്ടോ? പെൺകുട്ടികളാണ്, വലിയ പഠിത്തമൊന്നും വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. നീ കേട്ടില്ല. എന്നാലും എന്റെ ശ്രേയമോളെ എനിക്കറിയാം. തെറ്റായ വഴിക്ക് പോവില്ല. ഈ കല്യാണം എങ്ങനെങ്കിലും ഒന്ന് നടത്ത്. നോക്കട്ടെ. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു അച്ഛന്റെ കടമയാണ്. അതിനിടയ്ക്ക് എവിടെയെങ്കിലും തെറ്റിയാ പിന്നെന്റെ മക്കൾക്ക് അച്ഛനുണ്ടാവില്ല.
കൗസല്യേച്ചി, അമ്മയുടെ മുഖം എന്താ വാടിയിരിക്കുന്നെ? വർമ്മച്ചേട്ടാ, ദേവന്റെ മുഖത്ത് ഒരു തെളിച്ചം കാണുന്നില്ലല്ലോ. കൗസല്യേച്ചി, ഊർമിളേ, വരുൺ, എല്ലാവരും ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് പെട്ടെന്ന് വാ. അമ്മേ, വള കാല് വാരി എന്നുള്ളത് ഇവരുടെ മുഖം കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അമ്മേ, രാമന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയല്ലേ അമ്മേ? അതേടാ മോനെ. അമ്മ ശ്രേയമോളെ കണ്ടായിരുന്നോ? വള അവളുടെ കൈക്ക് പാകമായിരുന്നോ? അമ്മ എന്താ ഒന്നും പറയാതിരിക്കുന്നേ? ഒന്നുമില്ല. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ദേവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുട്ടിയല്ലേ എന്നോർത്ത നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ നിന്നത്. എന്തു പറ്റി? ശ്രേയയുടെ കയ്യിൽ വളയിട്ട് കൊടുത്തില്ലേ? അമ്മേ, രാഘുകാലം മറ്റോ ആണെന്ന് പറഞ്ഞ് ചടങ്ങ് മാറ്റിവെച്ചതാണോ? എന്താ വർമ്മച്ചേട്ടാ, ഇന്ദു അമ്മ വിധവയാണെന്ന് അറിഞ്ഞതിന് ശേഷവും അമ്മയെ കൊണ്ട് വളയിടാൻ അവർ തീരുമാനിച്ചപ്പോ അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്താ അമ്മേ സംഭവിച്ചത്? അമ്മയ്ക്ക് ഇനിയും കാര്യം പിടികിട്ടിയില്ലേ? നമുക്ക് ചേരാത്ത ബന്ധത്തിന്റെ പുറകെ പോകണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അപ്പൊ അമ്മയ്ക്കത് കേട്ട ഭാവമേ ഇല്ല. കൊട്ടാരം വീട്ടിലെ ആചാരം വെച്ച് ഇളയ മരുമോളുടെ കയ്യിലിടേണ്ട വള ദേവൻ കണ്ടെത്തിയ ആ പെണ്ണിന്റെ കൈകൾക്ക് പാകമായിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ എന്താകും? കല്യാണം മുടങ്ങി. അതിന്റെ വിഷമാമേ അല്ലേ എന്തോ അമ്മേ? എന്തിനാ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുന്നത്? കല്യാണം മുടങ്ങിയതിന്റെ ഷോക്കിൽ അച്ചമ്മയ്ക്കും കൊച്ചുമോനും ഭ്രാന്തായെന്നാ തോന്നുന്നേ. ചെറിയമ്മയ്ക്കും ഏട്ടതമ്മയ്ക്കാ ഭ്രാന്ത്. ആത്മാർത്ഥമായ സ്നേഹത്തിന് ദൈവം കൂടെ ഉണ്ടാവും. ശ്രേയ ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാ. എന്ന് വച്ചാ വളയിട്ടെന്നാണോ? ഈ ഇന്ദു ഒന്ന് തീരുമാനിച്ച പിന്മാറില്ലെന്നറിയാലോ. എനിവേ ഏട്ടത്തിയമ്മേ, എന്റെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയുള്ള ഏട്ടത്തിയമ്മയുടെ വെപ്രാളം വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക്സ് ഫോർ യുവർ കൺസേൺ. ബൈ ദ ബൈ ഇന്ദു, ഫിനിഷിംഗ് ഇന്ദുവിനെ കൊടുത്തേക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് വളയിട്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞ എന്താമേ? ശരിക്കും നടന്നത് എന്റെ ദേവൻ പോലും അറിഞ്ഞിട്ടില്ല കൗസല്യെ. അകത്തേക്ക് അവൻ കയറിയില്ലല്ലോ. ശ്രേയക്ക് വളയിട്ട് കൊടുത്തിട്ട് അളവ് നോക്കാന്നാ വിചാരിച്ചേ. ഞാൻ ചെന്നപ്പോ ശ്രേയ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ എന്താ ചെയ്യുക? കൈയുടെ അളവ് അറിയാനാണെങ്കിൽ ആ വളകള് വൈദേഹിയുടെ കയ്യിലിട്ട് നോക്കിയാ മതിയല്ലോ. ദേവനെ കെട്ടാൻ പോകുന്നത് വൈദേഹിയാണോ അതോ ശ്രേയാണോ? സുഹാസിനി, നീ ഒന്ന് വായടയ്ക്ക.
വള മാറിയ കുഴപ്പമില്ല എന്ന് വെച്ചാ കൈ മാറിയത് ശരിയാണോ എന്നൊരു സംശയം. വള പാകമാണോ എന്ന് നോക്കിയിട്ടേ ദേവന്റെ പെണ്ണ് ശ്രേയുടെ കൈ തന്നെ ഞാൻ വള ഇട്ട് കൊടുത്തിട്ട് പോന്നേ. സന്തോഷായമ്മേ. വാടിയ മുഖമായിട്ട് അമ്മ അകത്തേക്ക് കയറി വന്നപ്പോ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. ഊർമിളയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ അമ്മ എങ്ങനെ ചെയ്തെന്ന് ഇപ്പൊ മനസ്സിലായി. അല്ല, ഊർമിള നല്ലതല്ലേ ചിന്തിച്ചു വലിച്ച. കൊട്ടാരവും വീടും കാറും AC ഒന്നും വേണ്ട. സ്വഭാവ ഗുണമുള്ള കുട്ടിയാവണമെന്നേ ഉള്ളൂ. അങ്ങനൊരു കുട്ടിയെ മാത്രമേ എന്റെ ദൈവം സ്നേഹിക്കുകയുള്ളൂ. അവളെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. ഈ കല്യാണം ഉറപ്പായി നടന്നിരിക്കും. ആഹാ, ചക്രക്കസേര ദേ ഉറപ്പ് തന്നു കഴിഞ്ഞല്ലോ. അജയന് ഗുളിക കഴിക്കാനുള്ള സമയമായില്ലേ? ഒരുപാടങ്ങ് ഇമോഷണൽ ആവണ്ട. ഊർമിളയുടെ മുമ്പിൽ ആളാകാൻ നോക്കി അവള് സമ്മതിച്ചു തരും തോന്നുന്നുണ്ടോ? നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? രമ, കിളവി തല്ലിച്ചതയ്ക്കുന്ന വേദന സഹിക്കാലോ. മരുന്ന് പുരട്ടുമ്പോ ആ വേദന സഹിച്ചൂടെ? എനിക്ക് നല്ലോണം വേദനിച്ചു. അതാ അച്ഛമ്മ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് തല്ലി കൊല്ലാനുള്ള ദേഷ്യം വന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചേച്ചി ആ വളയൊന്ന് അഴിച്ചു മാറ്റിയത്. എന്നിട്ടും വരുന്നുണ്ട് ഈ അച്ഛമ്മ. എന്തൊരു മനസ്സാലേ. അച്ഛമ്മക്ക് ചേച്ചിയുടെ ഒരു തരി സ്നേഹമില്ല. എന്നും ഇങ്ങനെ ഇരിക്കുന്ന വിചാരം. കൊട്ടാരം വീട്ടില് എന്തോ അച്ഛമ്മ ഉള്ളോണ്ടാ ഞാനൊന്നും മിണ്ടാണ്ടിരുന്നേ. ചേച്ചി എന്തിനാ അവരോട് വളയിടാൻ സമ്മതിച്ച്? വല്ലവരുടെയും കാര്യത്തിൽ ഇടപെട്ടാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചേച്ചിയെ വഴക്ക് പറയണോ അതോ സമാധാനിപ്പിക്കണോ? അതിന് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ സമാധാനിപ്പിക്കാനായിട്ട്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ ആരോടെങ്കിലും മിണ്ടിയെന്ന് കരുതി നിന്റെ ചേച്ചിക്ക് എന്താ? എന്തിനാ എന്നെ ഉപദേശിക്കാൻ വരുന്ന? ആ ജയനത്ര നല്ലവനൊന്നല്ലെന്ന് മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. അച്ഛന്റെ മുൻപിൽ വെച്ച് ജയന്റെ കാര്യം പൊളിച്ചടിക്കപ്പോ ഒത്തിരി സമാധാനം കിട്ടി കാണുമല്ലോ. എന്തിനാ എന്നോട് ഇത്രയ്ക്ക് അങ്ങ് അസൂയ? ഒന്നും അറിയാത്ത പോലെ അച്ഛന്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മിടിക്കുകയാണല്ലോ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നേ? നിന്റെ നല്ലതിനല്ലേ പറഞ്ഞത്? എന്ത് നല്ലതാ ചേച്ചി? എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരണ്ട. ഉപദേശം കേൾക്കാനൊട്ട് എനിക്ക് താല്പര്യമില്ല. വേണ്ട, മോളൊന്ന് ശ്രദ്ധിച്ചാ മതിയോ? ഈ സമയത്ത് നിന്റെ കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് വേണ്ടാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് മാറ്റിവെക്ക്. ഉപദേശം വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ജീവിതം ഞാൻ തീരുമാനിച്ചോളാം. അത്രക്ക് ഇഷ്ടാണെ ചേച്ചി കെട്ടിക്കോ. ആരെ ശ്രേ ചേച്ചി? ദേവൻ ചേട്ടനാണെങ്കി ചേച്ചി 100 വട്ടം കെട്ടിക്കോളും. എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ആ വളയും കൂരിക്കെടുത്തേക്ക്. മാധവ, ചേച്ചി മിണ്ടാതിരിക്കും. ഇത്രയും വലിയ സംബന്ധമൊക്കെ ചേച്ചിയെ പോലെ നല്ല മനസ്സുള്ള പാവം പെൺകുട്ടികൾക്കല്ലേ കിട്ടേണ്ടത്. അല്ലാതെ ഈ രാക്ഷസിക്ക് എന്തിനാ ഇതൊക്കെ? മിണ്ടി പോരുത്. താഴെ ഇരിക്കുന്ന തിളച്ച വെള്ളം എടുത്ത് നിന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ ഞാൻ. അധിക പ്രസംഗം വേണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വളയാണല്ലേ ഇവിടുത്തെ പ്രശ്നം. സ്വർണ വളകള് കണ്ട് കണ്ണു മഞ്ഞളിക്കുന്നുണ്ടാവും. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. വള ഇടാൻ നേരത്തെ കുഴപ്പമൊന്നുമില്ല. ഊരാൻ നേരത്തെ അത് ടൈറ്റായി പോയത്ര. ഈ കള്ളത്തരൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാ. എന്റെ അടുത്ത് ഈ നാടകമൊന്നും വില പോകില്ല. ആരാ നാടകം കളിച്ചേ? മാധവ, ഒന്നും മിണ്ടാതിരിക്കേച്ചി. എല്ലാ നാടകവും എനിക്ക് മനസ്സിലാവും. ഡാൻസ് പഠിപ്പിക്കുന്ന സാറിനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞു മുങ്ങിയത് ചേച്ചിയാണല്ലോ. എന്നിട്ട് വഴിയിൽ നിന്ന് ഏതൊരുത്തനോട് സംസാരിച്ചപ്പോ അച്ഛൻ അത് കയ്യോടെ പിടിച്ചു. ഉടനെ അതും ഇതും പറഞ്ഞ ചേച്ചി തടി ഊരാൻ നോക്കി. ഇപ്പൊ മനസ്സിലാക്കാണല്ലോ ആരാ അഭിനയിക്കണേന്ന്. ചേച്ചി നാളാൻ കളിച്ചിട്ട് വൈദേഹി ചേച്ചിയെ പറഞ്ഞ ഞാനത് കേട്ടോണ്ട് നിക്കൊന്ന് കരുതണ്ട. ഏയ് പോടാ. നീ പോടി, മറ്റുള്ളവർക്ക് സമാധാനം കിട്ടും. മൂത്തവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? സോറി വൈദേഹി ചേച്ചി. ചേച്ചി ഫോട്ടോക്കാരൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്നത്. എന്നാലും ശ്രേയ ചേച്ചി ദേഷ്യം പിടിപ്പിക്കാനാ ദേവൻ ചേട്ടനെ ചേച്ചി കല്യാണം കഴിച്ചോളൂന്ന് ഞാൻ പറഞ്ഞേ. എന്നാലല്ലേ ശ്രേയ ചേച്ചിയുടെ വായ അടക്കാൻ പറ്റൂ.
ചേച്ചി ഇരിക്ക്. ഫോട്ടോക്കാരൻ ചേട്ടനാ ദേവേട്ടൻ എന്ന സത്യം നിനക്കറിയില്ലല്ലോ മാധവ. ശ്രേയയുടെ കല്യാണം കഴിയുന്നത് വരെ ആ സത്യം നീ അറിയരുത്. അതിന് ഞാൻ എന്താ ചെയ്യാ? ചേച്ചി എന്തെന്നെ അങ്ങനെ നോക്കുന്നേ? ഫോട്ടോക്കാരൻ ചേട്ടനെ ഓർത്തതാണോ? ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ചേച്ചിയുടെ കല്യാണോ? അപ്പൊ ആ ഫോട്ടോക്കാരൻ ചേട്ടന്റെ ക്യാമറയില് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കും. സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞോണ്ട്. ഊർമിളേ, ഒത്തിരി ഒന്നും ആലോചിക്കണ്ട. ആ വള കൈ കേറില്ലെന്നല്ലേ വിചാരിച്ചേ? അതെങ്ങനെ കേറിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആളുടെ രൂപം കണ്ടിട്ട് അത്രയും ചെറിയ വള കൈ കയറാൻ ഒരു വഴിയും കാണുന്നില്ല. എന്നാലും ഇത് വലിയ അതിശയം തന്നെയാണല്ലോ. അത് ശരിയാ. ഈ കൊട്ടാരം വീട്ടിലേക്ക് മരുമോളായിട്ട് കേറി വരാൻ ആ ശ്രേയുടെ തലയിൽ എഴുതിയിട്ടുണ്ടാവും. ഈ വാഴ നനയുമ്പോ ചീരയും നനയുന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? ഈ അവസരം മുതലെടുത്തോണ്ട് പറ്റാവുന്നത്ര സ്വർണ്ണമെല്ലാം നീയും വാങ്ങിച്ചു കൂട്ടിക്ക് ഊർമിള. ഒന്നുമില്ലാത്ത ഞങ്ങള് പോലും സ്വർണ്ണം ഒന്നും ഒഴിവാക്കാറില്ല. നീ എന്തിനാ പിന്നെ ഒന്നുമില്ലാതെ നടക്കുന്നേ? അമ്മേ, ഊർമിളയുടെ ശരീരത്തിൽ ഒന്നുമില്ലെങ്കിലേ, അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആഭരണങ്ങളൊന്നും ഇല്ലെങ്കിലും അവളെ കാണാൻ സുന്ദരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ ബ്രോ? ശരിയാ വരണേ. സത്യം പറയാലോ, അവളുടെ ചിരിയാ ഏറ്റവും ഭംഗി. പക്ഷേ അവള് ചിരിച്ചിട്ട് 4 വർഷമായി. എനിക്ക് പകരം നാട്ടുകാരെല്ലാവരും ഇപ്പൊ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. എന്തിനാ? കോടീശ്വരന്റെ വീട്ടിലെ മൂത്ത മരുമോളായിട്ടും കുടുംബമില്ലാതെ മറ്റുള്ളവരുടെ വായി നോക്കി നിൽക്കാനല്ലേ വിധി. ഒന്നും ഇല്ലാത്തപ്പോ നിന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ആസ്തിയും അന്തസ്സും കുടുംബവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാ നീ നിലത്തൊന്നും ആയിരിക്കില്ലല്ലോ ഊർമിളെ. അജയന്റെ കാലും ഇപ്പൊ നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഞാൻ സഹിക്കുന്നുണ്ടല്ലോ. വേണ്ട അജയ, വിട്ടുകള. ഓരോന്ന് പറഞ്ഞവളുടെ വായിലിരിക്കുന്ന എന്തിനാ കേൾക്കുന്നേ? അതെ, സുന്ദരിമാരെ ഹേർട്ട് ചെയ്ത ഹാർട്ട് വീക്ക് ആവും ബ്രോ. ഊർമിളയുടെ വിഷമം എന്താണെന്ന് കൂടി നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും മോനെ. എന്റെ മോനെ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ അവനോടൊപ്പം ഈ ലോകം ചുറ്റിക്കറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അയക്കും. ഇവിടെ അങ്ങനെ അല്ലല്ലോ. നിന്നെ ഉന്തിക്കൊണ്ട് ഈ വീടിന്റെ പരിസരത്തൂടെ ജോലിക്കാരിയെ പോലെ നടക്കാനല്ലേ അവളുടെ വിധി. ബ്രോ, എന്തെങ്കിലും നിന്റെ അസുഖം മാറുമെന്നും നീ എഴുന്നേറ്റ് നടക്കുമെന്നൊക്കെ ഊർമിള ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഭർത്താവിന് ഭാര്യയോടും ചില കടമകളൊക്കെ ഉണ്ടാവില്ലേ? അപ്സരസിനെ പോലെ ഒന്നും ഉടയാതെ എത്ര നാളെന്ന് വെച്ച ഊർമിള ഇങ്ങനെ നിൽക്കുക? സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാ അതൊക്കെ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ ദേവനെ കൊണ്ട് ആദ്യരാത്രി ആഘോഷിക്കാൻ കാണിക്കുന്ന ഈ തുടുക്കൊന്നും ഭാര്യയുടെ കാര്യത്തിലില്ല. ഊർമിളെ, ഊർമിളെ, ഊർമിളെ നിക്ക്. ഊർമിളെ, ഊർമിളെ, ഊർമിളെ നിക്ക്.
ഊർമിള ചേട്ടാ എങ്ങനെ വീണ്? അജയ അജയ് മോനെ, അജയ മോനെ, മോനെ, അജയ. അയ്യോ മോനെ, എങ്ങനെ വീണത്? അയ്യോ, സൂക്ഷിച്ച്. അയ്യോ മോനെ അജയ. അയ്യോ